ഏകദേശം എൻ്റെ ഏജും അതിന് മുകളിലുള്ളവരും പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ലൈഫൊക്കെ വിട്ട് കരിയറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ പണ്ട് ഒരുപാട് ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ ഒട്ടും ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റിംഗ്. റാൻഡമായി വന്ന ഒരു തോട്ടാണ് ടു റൈറ്റ് വാട്ട് ഐ ഫീൽ ടുഡേ. ബട്ട് എവിടെയോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മളെ വീട്ടിൽ വന്നാൽ നൊസ്റ്റ എടുപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും അല്ലേ? അങ്ങനെ ഞാൻ പണ്ട് എഴുതി തള്ളിയ ഒരുപാട് ഡയറീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു അറയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുമായിരുന്നു. വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ലെന്നേ. എങ്ങാനും എൻ്റെ ചേച്ചിയോ ചേട്ടനോ കുച്ചോ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കൊക്കെ ചെയ്ത് വെച്ചതാ. എൻ്റെ 2 കാപ്പിഡൂസ് വന്നതിന് ശേഷം വീട്ടിലൊരു സാധനവും അതിൻ്റെ സ്ഥാനത്തല്ല. അതുകൊണ്ട് കീ ഇപ്പോൾ കാണുവാനും ഇല്ല. അതിലൊന്നും പെടാണ്ട് രക്ഷപ്പെട്ടൊരു ഡയറി ഉണ്ട്. അതാട്ടോ ഇത്. പല കാര്യങ്ങളും കോമഡിയായി തോന്നിയെങ്കിലും പണ്ടത്തെ നമ്മൾ ഓർമ്മിക്കാത്ത മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ കുത്തിക്കുറിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോളേജ് ഡേയ്സ്, ഉമ്മാട്ടൂനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, അവൻ്റെ ഗ്രോത്ത്, അങ്ങനെ ആ ഡേയ്സിൽ എനിക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്ക് ഇന്ന് ഇത് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്താ അല്ലേ? ഐ ഫെൽ വെരി ഹാപ്പി ആൻഡ് ഇമോഷണൽ. എന്താ ഒരു സുഖം. ഇത് കൊള്ളാട്ടോ. ഇനി അങ്ങോട്ട് ഡയറി എഴുതി തുടങ്ങാൻ ഒരു പുഷൊക്കെ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫേസിൽ എന്താ എൻ്റെ മൈൻഡ്, എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ എഴുതി വെച്ചാൽ അത് നല്ലതല്ലേ? നമ്മളെ മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇപ്പം. ഇതുപോലെ വ്ളോഗിങ്, ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ പലതും. പക്ഷെ റൈറ്റിങ്ങിന് പ്രത്യേക ഒരു സുഖമല്ലേ? നമ്മളോട് തന്നെ സംസാരിക്കുന്ന പോലെ ഒരു ഫീലല്ലേ? എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ സെൽഫ്. നമ്മൾ ആ ഡേ ഏതെങ്കിലും ഒരു പോയിന്റിൽ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യാനും മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്തു എന്ന് വരാട്ടോ. ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് റോളർ കോസ്റ്റർ ഉണ്ടാകും ഫീലിങ്സിൽ. ഞാൻ കുഡ്സിനോട് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഫീലിംഗ് എലോൺ എന്നുള്ള കാര്യം.